സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്ന് അന്തരിച്ച സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ധർമ്മേന്ദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായി ധർമ്മേന്ദ്രൻ്റെ പടം കാണുന്നത് ദോസ്ത് എന്നുള്ള സിനിമയാണ് ചെറുപ്പത്തിൽ. അത് പിന്നെ ധർമ്മേന്ദ്രൻ്റെ കൂടെ ശത്രുഘ്നൻ സിനിമയുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ധർമ്മേന്ദ്രനാണ് ഹീറോ. അപ്പം ധർമ്മേന്ദ്രൻ്റെ ഒരു അടിപൊളി പാട്ടുകൊണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിനിലിരുന്നിട്ട് വരുമ്പോൾ ഒരു പാട്ട്, അശരീരിയാണ്. ഗാഡി ബുലാ രഹി ഹൈ, शीटी बजा रही है, चलता है जिंदगी है. അടിപൊളി പാട്ടും ധർമ്മേന്ദ്രൻ്റെ സ്റ്റൈലും ഇരുത്തും, ട്രെയിനിലിരിക്കുന്ന ശൈലിയും. പിന്നെ അതോടുകൂടി ധർമ്മേന്ദ്രൻ്റെ പടം, പിന്നെ അത് കണ്ട ശേഷം പിന്നെ ധർമ്മേന്ദ്രൻ്റെ ഒരു പടവും മിസ്സാക്കാനില്ല. ഒരു ഹാൻസം ഹീറോ ആണ് ധർമ്മേന്ദ്ര. പിന്നെ മാത്രമല്ല, എല്ലാ റോളും നസീർ സാറിനെ പോലെ എല്ലാ റോളും കൈകാര്യം ചെയ്യും. പിന്നീട് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ധർമ്മേന്ദ്രയായി. അങ്ങനെ ധർമ്മേന്ദ്രൻ്റെ പിന്നീട് വന്ന എല്ലാ പടങ്ങളും, പഴയ പടങ്ങൾ വരും സെക്കൻഡ് റൗണ്ട്. അന്നേരം കണ്ടതാണ് പത്തർ ഓർ പായൽ, രഖ്വാല്, ജുഗനു, ജോർ ബട്ട, കീമത്ത്, കേൽ കിസ്മത്ത് കാ, യാദോं की बारात, ധരംവീർ. പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നതല്ല, ആ സമയത്ത് തന്നെ കണ്ടത്, ലൈവായിട്ട് കണ്ടത്. ആസാദ് ലൈവായിട്ട് കണ്ടത്, കർത്തവ്യ ലൈവായിട്ട് കണ്ടതാണ്. പിന്നെ ഡ്രീം ഗേള് ലൈവായിട്ട് കണ്ടതാണ്, ഷാലിമാർ ലൈവായിട്ട് കണ്ടതാണ്. സെക്കൻഡ് റൗണ്ട് കണ്ട പടമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഇപ്പറഞ്ഞതെല്ലാം പിന്നെ ലൈവായിട്ട് കാണുന്നത്. ചാച്ചാ ഭതീജ, കേൽ കിലാഡിക്ക, പിന്നെ ഷോലെ, രാജ്പുത്ത്, രാജ് തിലക്, കയാമത്ത്. അങ്ങനെ ഇപ്പോൾ ധർമ്മേന്ദ്രൻ്റെ വരുന്ന എല്ലാ പടങ്ങളും ഒന്നും മിസ്സാക്കല്ല. ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയിൽ ഏറ്റവും വലിയ നടൻ ധർമ്മേന്ദ്രയാണെന്ന് പിന്നെ മനസ്സിലായി. കാരണം ധർമ്മേന്ദ്രൻ്റെ പടം വരുമ്പോൾ എല്ലാ പടത്തിലും നായകൻ ധർമ്മേന്ദ്രയായിരിക്കും. ടൈറ്റിൽ കാർഡിൽ പേര് കാണിക്കുമ്പോൾ ധർമ്മേന്ദ്ര എന്നിട്ട് ആദ്യം കാണിക്കും. അത് അമിതാഭ് ബച്ചൻ ഉണ്ടായാലും ശരി, രാജേഷ് ഖന്ന ഉണ്ടായാലും ശരി, വേറെ അന്നത്തെ വലിയ വലിയ നടന്മാരുണ്ടായാലെല്ലാം ധർമ്മേന്ദ്രൻ്റെ പേരാണ് ആദ്യം കാണിക്കുക ടൈറ്റിൽ കാർഡിൽ. പിന്നെ പഴയ ദിലീപ് കുമാർ, അശോക് കുമാർ പോലത്തെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പേര് കാണിക്കുള്ളൂ. ധർമ്മേന്ദ്രൻ്റെ കാലഘട്ടത്തിലുള്ള നടന്മാരെല്ലാം ധർമ്മേന്ദ്രൻ്റെ കീഴിലാണ്. പിന്നീട് ധർമ്മേന്ദ്രൻ്റെ ഈ പിന്നെ പടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ധർമ്മേന്ദ്രൻ്റെ നല്ല ഭാവാഭിനയമാണ്. ധർമ്മേന്ദ്രൻ യാദോं की बाराത്തിൽ ക്ലൈമാക്സ് സീനുണ്ട്. അതിൽ രണ്ട് അനിയന്മാരെ കണ്ടുമുട്ടുന്നൊരു സീനിൽ ധർമ്മേന്ദ്രൻ്റെ ഒരു അഭിനയമുണ്ട്. പാട്ട് പാടുമ്പോൾ അത് മനസ്സിലായി ഇത് അനിയനാണ്. പിന്നെ വേറെ അനിയൻ പാട്ട് പാടുമ്പോൾ അതും മനസ്സിലാവും. അപ്പോൾ രണ്ടുപേര് സ്വന്തം അനിയനാണെന്ന് കാണിക്കുമ്പോൾ ഒരു ഭാവാഭിനയമുണ്ട്. അത് നമുക്ക് കണ്ണ് നനയാതെ കാണാം.